നമസ്കാരം. ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. വാർത്തകൾ വേഗത്തിൽ നോക്കാം. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ പദ്ധതിയായ PM ശ്രീ പദ്ധതിയിൽ ചേരാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനത്തിൽ എതിർപ്പുമായി CPI. സംഘപരിവാരവത്കരണത്തിന്റെ ഭാഗമായുള്ള പദ്ധതിയിൽ ചേരാനുള്ള തീരുമാനത്തിൽ എതിർപ്പ് രേഖപ്പെടുത്തുമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. കേരളത്തിലെ വിദ്യാഭ്യാസ നയത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും നടത്താതെ ഫണ്ട് വാങ്ങിയെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നും സ്വർണവും ഭൂമി ഇടപാടുകളുടെ രേഖയും പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു. ശബരിമലയിലെ സ്വർണ്ണ കൈമാറ്റത്തിന്റെ പ്രതിഫലമാണോ ഇതെന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. ശബരിമല ശ്രീകോവിലിലെ പുതിയ വാതിൽ ബംഗളൂരുവിൽ എത്തിച്ച് പോറ്റിയുടെ നേതൃത്വത്തിൽ പ്രദർശിപ്പിച്ചു. പുനഃസംഘടനയിൽ പാർട്ടിയിൽ അതൃപ്തി തുറന്ന് സമ്മതിച്ച് KPCC പ്രസിഡന്റ്. പ്രശ്നപരിഹാരത്തിനുള്ള നീക്കങ്ങൾ നേതൃത്വം സജീവമാക്കി. സെക്രട്ടറിമാരുടെ പട്ടിക പുറത്തിറക്കുന്നതിന് മുന്നേ നിലവിലുള്ള പുനഃസംഘടനയിൽ അതൃപ്തി പ്രകടിപ്പിച്ച K മുരളീധരൻ അടക്കമുള്ള നേതാക്കളുമായി നേതൃത്വം ചർച്ച നടത്തും. KPCC സെക്രട്ടറിമാരുടെയും എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെയും പ്രഖ്യാപനം വൈകുമെന്നാണ് സൂചന. കേന്ദ്ര പദ്ധതികളുടെ പിതൃത്വത്തെ ചൊല്ലി BJPയിൽ പുതിയ തർക്കം. സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന കേന്ദ്ര പദ്ധതികളുടെ പിതൃത്വം രാജീവ് ചന്ദ്രശേഖരൻ ഏറ്റെടുക്കുന്നുവെന്നാണ് പരാതി. രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടിൽ കേന്ദ്രമന്ത്രിമാർ ദേശീയ നേതൃത്വത്തെ പരാതി അറിയിക്കുമെന്നാണ് സൂചന. മലപ്പുറം വഴിക്കടവിൽ തുലാപ്പേത്തിൽ വ്യാപക നാശനഷ്ടം. കോഴിഫാമിൽ വെള്ളം കയറി 2000-ലധികം കോഴിക്കുഞ്ഞുങ്ങൾ ചത്തു. വെള്ളം കയറി ചിപ്സ് നിർമ്മാണ യൂണിറ്റിന് 35 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി. കൊല്ലം കടക്കിൽ CPIയിൽ കൂട്ടരാജി. ജില്ലാ കൌൺസിൽ അംഗം JC അനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാർട്ടി വിട്ടത്. കൂട്ടരാജി മന്ത്രി K ചിഞ്ചുറാണിയുടെ ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ. രാജിക്ക് പിന്നിൽ ഉൾപാർട്ടി പ്രശ്നങ്ങളെന്ന് രാജിവെച്ചവർ. കോട്ടയം അയർക്കുന്നത്ത് വീട് കുത്തിത്തുറന്ന് 12 പവൻ സ്വർണവും 28,000 രൂപയും കവർന്നു. കല്ലിട്ടനട ബെന്നിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. ബെന്നിയും ഭാര്യയും പള്ളിയിൽ പോയ സമയത്തായിരുന്നു കവർച്ച. കരിപ്പൂർ വിമാനത്താവളത്തിൽ 1 കിലോ MDMA പിടികൂടി. ഒമാനിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലെത്തിയ തൃശൂർ കൊരട്ടി സ്വദേശി A ലിജീഷാണ് പിടിയിലായത്. 21 പാക്കറ്റുകളിലാക്കിയാണ് MDMA കടത്താൻ ശ്രമിച്ചത്. പ്രസവത്തിന് പിന്നാലെ 22-കാരി മരിച്ചതിൽ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ ഗുരുതര ആരോപണമായി പെൺകുട്ടിയുടെ കുടുംബം. അനസ്തേഷ്യ നൽകിയതിലെ പിഴവ് മൂലമാണ് മരണമെന്നാണ് ആരോപണം. ഡോക്ടർമാർ കൈക്കൂലി ചോദിച്ചു വാങ്ങിയെന്നും കുടുംബം. കൊല്ലം തേവലക്കര സ്വദേശി ജാരിയത്ത് മരിച്ചത് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ചികിത്സയിലിരിക്കും. ബീഹാറിൽ RJDയെ വെട്ടിലാക്കി സീറ്റിന് കോഴ ആരോപണം. ലാലു പ്രസാദ് യാദവിന്റെ വസതിക്ക് മുൻപിൽ നാടകീയ രംഗങ്ങൾ. 2.25 കോടി ചോദിച്ചെന്ന് RJD നേതാവ് മദൻ ഷാ ആരോപിച്ചു. സീറ്റ് വിഭജനത്തിലെ RJD കോൺഗ്രസ് പ്രതിസന്ധി തുടരുകയാണ്. ഡൽഹിയിൽ വായു മലിനീകരണം രൂക്ഷം. പല മേഖലകളിലും വായു ഗുണനിലവാര സൂചിക 300 കടന്നു. ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിക്കുന്നതിന് നിരോധനമുണ്ടെങ്കിലും പലയിടത്തും ലംഘിക്കപ്പെട്ടു. യമുനാ നദിയിൽ ഇത്തവണയും വിഷപ്പത ഉയർന്നിട്ടുണ്ട്. ദീപങ്ങളുടെ ഉത്സവത്തിലേക്ക് ഉത്തരേന്ത്യ. ദീപാവലി ആഘോഷങ്ങൾക്ക് ഡൽഹി സർക്കാർ തുടക്കം കുറിച്ചു. കർത്തവ്യപത്തിൽ നടന്ന ചടങ്ങ് മുഖ്യമന്ത്രി രേഖ ഗുപ്ത ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. ഡ്രോൺ ഷോയും ലേസർ ഷോയുമായിരുന്നു ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിയത്. അതിർത്തിയിൽ അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിച്ച് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. ഖത്തറിന്റെയും തുർക്കിയുടെയും മധ്യസ്ഥതയിൽ ദോഹയിൽ നടന്ന ചർച്ചയിലാണ് വെടിനിർത്തൽ പ്രഖ്യാപനം. ഇരു രാജ്യങ്ങളുടെയും പ്രതിരോധ മന്ത്രിമാരുടെ സാന്നിധ്യത്തിലായിരുന്നു ചർച്ച. ഗസയിൽ ഇസ്രായേൽ കൂട്ടക്കൊല തുടരുമ്പോഴും ഹമാസിന് ഭീഷണിയുമായി അമേരിക്ക. ഹമാസ് ഫലസ്തീനികളെ കൊല്ലുന്നുവെന്ന് ആരോപിച്ച അമേരിക്ക ഇത് വെടിനിർത്തൽ ലംഘനമായി കണക്കാക്കുന്നുവെന്നും ഭീഷണി മുഴക്കി. റഫ അതിർത്തി തുറക്കാൻ സമ്മതിക്കാതെ ഇസ്രായേൽ. അമേരിക്കയിൽ ട്രംപ് ഭരണകൂടത്തിനെതിരെ വ്യാപക പ്രതിഷേധം. നോ കിങ്സ് മാർച്ച് എന്ന പേരിൽ അരങ്ങേറിയ പ്രതിഷേധ റാലികൾ US നഗരങ്ങളെ നിശ്ചലമാക്കി. പ്രതിഷേധം ട്രംപിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്ക് അന്ത്യം കാണണമെന്ന മുദ്രാവാക്യമുയർത്തി.